നമഃ ശിവായ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 45-ാമത്തെ ശ്ലോകം വരെയാണ് പഠിച്ചത്. ഇന്നിപ്പോൾ നമുക്ക് 46 മുതലുള്ള ശ്ലോകങ്ങൾ ഒന്ന് നോക്കാം. വിസ്താരസ്ഥാവരസ്ഥാണുഃ പ്രമാണം ബീജമവ്യയം അർത്ഥോനർത്ഥോ മഹാകോശോ മഹാഭോഗോ മഹാധന. വിസ്താരസ്ഥാവരസ്ഥാണുഃ പ്രമാണം ബീജമവ്യയം അർത്ഥോനർത്ഥോ മഹാകോശോ മഹാഭോഗോ മഹാധന. ഇനി നമുക്ക് ഇതിലെ പദങ്ങളും അവയുടെ അർത്ഥങ്ങളും ഒന്ന് നോക്കാം. വിസ്താരഃ, വിസ്താരഃ. സമസ്ത ലോകങ്ങളും ആരിൽ വിസ്താരത്തെ പ്രാപിക്കുന്നുവോ അവനാണ്. സകല ചരാചരങ്ങൾക്കും വസിക്കാൻ പറ്റിയ വിസ്താരമുള്ള സ്ഥലമായി ഭവിക്കുന്നവൻ വിസ്താരഃ. അടുത്തത് സ്ഥാവരസ്ഥാണുഃ, സ്ഥാവരസ്ഥാണുഃ. സ്ഥിതിശീലനും ഭൂമിയിലെ പദാർത്ഥങ്ങൾക്ക് സ്ഥിതിസ്ഥാനവുമായവൻ, സ്ഥാവരങ്ങളെ സൃഷ്ടിച്ച് നിലനിർത്തുന്നവൻ. അടുത്തത് പ്രമാണം, പ്രമാണം. എല്ലാ ധർമ്മങ്ങളുടെയും ആധികാരികമായ തെളിവ്. അടുത്തത് ബീജമവ്യയം, ബീജമവ്യയം. അന്യഥാഭാവം കൂടാതെ സംസാരത്തിൻ്റെ കാരണമായവൻ. യാതൊരു വ്യയവും ഇല്ലാത്തവൻ, യാതൊരു വ്യയവും ഇല്ലാത്ത ആദിബീജമായവൻ. അടുത്തത് അർത്ഥഃ. സുഖസ്വരൂപനാകയാൽ സകലരാലും അർത്ഥിക്കപ്പെടുന്നവൻ, എല്ലാവരാലും ആഗ്രഹിക്കപ്പെടുന്നവൻ. അടുത്തത് അനർത്ഥഃ, അനർത്ഥഃ. പൂർണ്ണനാകയാൽ യാതൊരു അർത്ഥവും അല്ലെങ്കിൽ പ്രയോജനവും ഇല്ലാത്തവൻ, പൂർണ്ണകാമനാകയാൽ യാചിക്കുവാൻ ഒന്നും തന്നെ ഇല്ലാത്തവൻ. അടുത്തത് മഹാകോശഃ, മഹാകോശഃ. പഞ്ചകോശങ്ങളായ, പഞ്ചകോശങ്ങൾ എന്ന് പറയുന്നത് അന്നമയം, പ്രാണമയം, മനോമയം, ജ്ഞാനമയം, ആനന്ദമയം. ഈ പഞ്ചകോശങ്ങളിൽ ഈ കോശങ്ങളോട് കൂടിയവൻ, ഈ 5 കോശങ്ങളോടും കൂടിയവൻ, അതാണ് മഹാകോശഃ. അടുത്തത് മഹാഭോഗഃ. സുഖസ്വരൂപമായ, സുഖരൂപമായ മഹത്തായ ഭോഗമുള്ളവൻ, മഹാഭോഗഃ. ഉത്കൃഷ്ടമായ സുഖാനുഭവം ഉള്ളവൻ. അടുത്തത് മഹാധനഃ, മഹാധനഃ. പരമാനന്ദ സ്വരൂപമായ മഹത്തായ ധനമുള്ളവൻ, മഹാധനഃ. സകല പ്രപഞ്ചത്തെയും ഉൾക്കൊള്ളത്തക്ക വിധം നമ്മുടെ മനോബുദ്ധികൾക്ക് മനസ്സിലാക്കുവാൻ സാധ്യമല്ലാത്ത അനന്തമായ വിസ്തൃതിയുള്ളവനും ഇളക്കമില്ലാതെ ഉറച്ച ഇരിപ്പിടമായവനും ധർമ്മത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും സ്വരൂപമായവനും ഒരു മാറ്റവും സംഭവിക്കാത്ത നശിക്കാത്ത ബീജമായവനും എല്ലാവരും അർത്ഥിക്കപ്പെടുന്ന ഐശ്വര്യസ്വരൂപനായ ധനവാനായവനും ആഗ്രഹിക്കുവാൻ ഒന്നുമില്ലാത്തവനും അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം എന്നീ പഞ്ചകോശങ്ങളാൽ മറയ്ക്കപ്പെടുന്ന പരമാത്മാവായവനും ഉത്കൃഷ്ടമായ സുഖാനുഭവവും ഉള്ളവനും മഹത്തായ ധനം ഉള്ളവനുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു. ഇനി നമുക്ക് ഈ ശ്ലോകം ഒന്നുകൂടി ഒന്ന് ചൊല്ലി നോക്കാം. വിസ്താരസ്ഥാവരസ്ഥാണുഃ പ്രമാണം ബീജമവ്യയം അർത്ഥോനർത്ഥോ മഹാകോശോ മഹാഭോഗോ മഹാധന. 47-ാമത്തെ ശ്ലോകം നോക്കാം. അനിർവിണ്ണസ്ഥവിഷ്ടോ ഭൂർധർമ്മയൂപോ മഹാമഖ നക്ഷത്രനേമിർനക്ഷത്രീക്ഷമക്ഷാമഃ സമീഹന. അനിർവിണ്ണസ്ഥവിഷ്ടോ ഭൂർധർമ്മയൂപോ മഹാമഖ നക്ഷത്രനേമിർനക്ഷത്രീക്ഷമക്ഷാമഃ സമീഹന. ഇനി നമുക്ക് ഇതിലെ പദങ്ങൾ എന്ന് പറഞ്ഞാൽ നാമങ്ങളാണ്, ഭഗവാന്റെ ഓരോ നാമങ്ങളാണ്. അടുത്തത് 435-ാമത്തെ നാമമാണ്. നമുക്ക് നോക്കാം. അനിർവിണ്ണഃ,
അനിർവിണ്ണഃ സകല കാമങ്ങളും പ്രാപിച്ചവനാകയാൽ നിർവേദം ഇല്ലാത്തവൻ, മനം മടുപ്പ് ഇല്ലാത്തവൻ. അടുത്തത് സ്ഥവിഷ്ടഃ. സ്ഥവിഷ്ടഃ വിരാട് രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ, ലോകമാസകലം തന്നിൽ അടങ്ങിയിരിക്കയാൽ വൻപിച്ച ശരീരമുള്ളവൻ. അടുത്തത് അഭൂഹു. അഭൂഹു ജനനമില്ലാത്തവൻ. നേരത്തെ നമ്മൾ പറഞ്ഞു ഭഗവാൻ അജനാണ്, ജനനമോ മരണമോ ഇല്ല, എന്നും ഒരേപോലെ, നാശവുമില്ല, എന്നും ഒരേപോലെ സ്ഥിതി ചെയ്യുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അഭൂഹു ജനനം ഇല്ലാത്തവൻ. അടുത്തത് ധർമ്മയൂപഃ. ധർമ്മയൂപഃ യാഗസ്തംഭത്തിൽ പശുക്കളെ എന്ന പോലെ തന്നിൽ ധർമ്മങ്ങൾ എല്ലാം ബന്ധിക്കപ്പെട്ടിരിക്കുന്നവൻ, ധർമ്മയൂപഃ. അടുത്തത് മഹാമഖഃ. മഹാമഖഃ പരമമായ യജ്ഞപുരുഷൻ. യാതൊരാളിൽ സമർപ്പിക്കപ്പെട്ട യാഗങ്ങൾ നിർവാണരൂപമായ ഫലത്തെ പ്രദാനം ചെയ്തുകൊണ്ട് മഹത്തുക്കളായി തീരുന്നുവോ. അടുത്തത് നക്ഷത്രനേമി. നക്ഷത്രനേമി നക്ഷത്രങ്ങളുടെ കേന്ദ്രബിന്ദു ആയവൻ, നക്ഷത്രനേമി. അടുത്തത് നക്ഷത്രീ. നക്ഷത്രീ ചന്ദ്രസ്വരൂപൻ, നക്ഷത്രങ്ങളുടെ പ്രഭുവായിട്ടുള്ളവൻ. അടുത്തത് ക്ഷമഃ. ക്ഷമഃ ക്ഷമയുള്ളവൻ, എല്ലാ കാര്യങ്ങളിലും സമർത്ഥൻ അല്ലെങ്കിൽ സഹനശീലനായിട്ട് ഉള്ളവൻ. അടുത്തത് ക്ഷാമഃ. ക്ഷാമഃ എല്ലാ വികാരങ്ങളിലും ക്ഷയിച്ചു പോയ ശേഷം ആത്മഭാവത്തോടെ സ്ഥിതി ചെയ്യുന്നവൻ, അവശേഷിക്കുന്നവൻ. അതാണ് ക്ഷാമഃ. അടുത്തത് സമീഹനഃ. സമീഹനഃ സൃഷ്ടിക്കു വേണ്ടി നല്ലവണ്ണം ഈഹയെ അല്ലെങ്കിൽ ആഗ്രഹത്തെ ചെയ്യുന്നവൻ, സമീഹനഃ. ആഗ്രഹിക്കുന്നവയെല്ലാം സങ്കല്പിക്കുന്ന മാത്രയിൽ സാധിക്കുന്നവനാകയാൽ നിരാശനല്ലാത്തവനും വിരാട് സ്വരൂപനായവനും ജനനമരണങ്ങൾ ഇല്ലാത്തവനും ധർമ്മയൂപനായവനും ശ്രേഷ്ഠങ്ങളായ യാഗങ്ങൾ ഉള്ളവനും നക്ഷത്രങ്ങൾക്ക് രക്ഷകനായി ജ്യോതിചക്രത്തിൻ്റെ കേന്ദ്രബിന്ദുവായി ധ്രുവ നക്ഷത്രമായിരിക്കുന്നവനും നക്ഷത്രനാഥനായവനും സർവകാര്യങ്ങളിലും അങ്ങേയറ്റം ക്ഷമിക്കുന്നവനും ക്ഷമാശീലനായവനും ഏതിലും സൂക്ഷ്മരൂപത്തിൽ പ്രവേശിച്ചവനും ഉചിതം പോലെ പ്രവർത്തിക്കുന്നവനുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു. ഇനി നമുക്ക് ഈ ശ്ലോകം ഒന്നുകൂടി ഒന്ന് ചൊല്ലി നോക്കാം. അനിർവിണ്ണസ്ഥവിഷ്ടോ ഭൂർധർമ്മയൂപോ മഹാമഖ നക്ഷത്രനേമിർനക്ഷത്രേ ക്ഷമക്ഷാമഃ സമീഹന. 48-ാമത്തെ ശ്ലോകം നോക്കാം. യജ്ഞയുജ്യോ മഹേജ്യശ്ചക്രതുഃ സത്രം സതാംഗതി സർവദർശി വിമുക്താത്മാ സർവജ്ഞോ ജ്ഞാനമുത്തമം. യജ്ഞയുജ്യോ മഹേജ്യശ്ചക്രതുഃ സത്രം സതാംഗതി സർവദർശി വിമുക്താത്മാ സർവജ്ഞോ ജ്ഞാനമുത്തമം. ഇനി ഇതിലെ പദങ്ങളും അവയുടെ അർത്ഥവും നോക്കാം. യജ്ഞഃ. യജ്ഞഃ സർവജ്ഞസ്വരൂപൻ, യജ്ഞത്തിൽ സർവദേവന്മാരെയും സന്തോഷിപ്പിക്കുന്നവൻ. യിജ്യഃ. യിജ്യഃ യജിക്കപ്പെടുന്നവൻ, യാഗങ്ങളിൽ ആരാധിക്കാൻ അർഹതയുള്ളവൻ. മഹേജ്യഃ. മഹേജ്യഃ യജിക്കപ്പെടേണ്ടവരായ എല്ലാ ദേവതകളിലും വെച്ച് ക്ഷേമരൂപമായ ഫലത്തെ പ്രദാനം ചെയ്യുന്നവൻ, മോക്ഷഫലത്തെ പ്രദാനം ചെയ്യുന്നവൻ. ക്രതുഹു. ക്രതുഹു യാഗസ്വരൂപൻ, യൂപസഹിതമായ യജ്ഞത്തിൻ്റെ രൂപമുള്ളവൻ. അടുത്തത് സത്രം. സത്രം സത്തുക്കളെ ത്രാണനം ചെയ്യുന്നവൻ, സത്രം. അടുത്തത് സദാംഗതിഹി. സദാംഗതിഹി സജ്ജനങ്ങൾക്ക് ആശ്രയമായിരിക്കുന്നവൻ. അടുത്തത് സർവദർശി. സർവദർശി എല്ലാ ജീവജാലങ്ങളുടെയും എല്ലാ കർമ്മങ്ങളുടെയും എല്ലാ ജീവജാലങ്ങളുടെയും എല്ലാ കർമാകർമ്മങ്ങളെയും ദർശിക്കുന്നവൻ. എല്ലാ ജീവജാലങ്ങളുടെയും എല്ലാ കർമാകർമ്മങ്ങളെയും ദർശിക്കുന്നവൻ, സർവദർശി. അടുത്തത് വിമുക്താത്മാ. വിമുക്താത്മാ വിമുക്തമായിരിക്കുന്ന ആത്മാവുള്ളവൻ.
വിമുക്തനും ആത്മാവും ആയിരിക്കുന്നവൻ, വിമുക്താത്മാ. അടുത്തത് സർവജ്ഞ. സർവജ്ഞ, എല്ലാം അറിയുന്ന, എല്ലാമായവൻ. സർവനും ജ്ഞാതാവും ആയിരിക്കുന്നവൻ, സർവജ്ഞ. അടുത്തത് ജ്ഞാനമുത്തമം. ജ്ഞാനമുത്തമം, ഉത്കൃഷ്ടമായ പരമജ്ഞാനസ്വരൂപൻ. ഉത്കൃഷ്ടമായ പരമജ്ഞാനസ്വരൂപൻ. എല്ലാ യാഗങ്ങളുടെയും രൂപത്തിലിരിക്കുന്ന യജ്ഞരൂപനായവനും, യാഗത്തിൽ ആരാധിക്കപ്പെടേണ്ടവനായവനും, യജിക്കപ്പെടേണ്ടവരിൽ വെച്ച് ശ്രേഷ്ഠനായവനും, ഗൃഹസ്ഥാശ്രമികൾ അനുഷ്ഠിക്കേണ്ട യാഗസ്വരൂപമായവനും, സജ്ജനങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി ഏറെക്കാലം നീണ്ടു നിൽക്കുന്ന യാഗസ്വരൂപമായവനും, സജ്ജനങ്ങൾക്ക് ആശ്രയമായവനും, ശരീര മനോബുദ്ധികളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ആത്മാവായവനും, എല്ലാം അറിയുന്നവനും, ഉത്കൃഷ്ടമായ ജ്ഞാനം തന്നെ സ്വരൂപമായവനുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു. ഇനി നമുക്ക് ഈ ശ്ലോകം ഒന്ന് ചൊല്ലി നോക്കാം. യജ്ഞയുജ്യോ മഹേജ്യശ്ചക്രതുഃസത്രം സദാം ഗതി സർവദർശി വിമുക്താത്മാ സർവജ്ഞോ ജ്ഞാനമുത്തമം. 49-ാമത്തെ ശ്ലോകം നോക്കാം. സുവ്രതഃ സുമുഖഃ സൂക്ഷ്മഃ സുഘോഷഃ സുഖദഃ സുഹൃത് മനോഹരോജിതക്രോധോ വീരബാഹുർവിദാരണ. സുവ്രതഃ സുമുഖഃ സൂക്ഷ്മഃ സുഘോഷഃ സുഖദഃ സുഹൃത് മനോഹരോജിതക്രോധോ വീരബാഹുർവിദാരണ. ഇനി ഇതിലെ പദങ്ങളും അവയുടെ അർത്ഥവും നോക്കാം. സുവ്രതഃ. സുവ്രതഃ, ശോഭനമായ വ്രതത്തോടു കൂടിയവൻ. അടുത്തത് സുമുഖഃ. സുമുഖഃ, ശോഭനമായ മുഖത്തോടു കൂടിയവൻ. സുവ്രതഃ, ശോഭനമായ വ്രതത്തോടു കൂടിയവൻ. സുമുഖഃ, ശോഭനമായ മുഖത്തോടു കൂടിയവൻ. അടുത്തത് സൂക്ഷ്മഃ. സൂക്ഷ്മഃ, ശബ്ദാദി സ്ഥൂലകാരങ്ങളോടു കൂടാത്തവൻ. ശബ്ദാദി സ്ഥൂല കാരണങ്ങളോട് കൂടാത്തവൻ, അതാണ് സൂക്ഷ്മഃ. അടുത്തത് സുഘോഷഃ, വേദസ്വരൂപവും ശോഭനവുമായ ഘോഷമുള്ളവൻ. മേഘത്തെ പോലെ ഗംഭീരമായ ഘോഷമുള്ളവൻ. ഘോഷം എന്നാൽ ശബ്ദം. അപ്പം മേഘത്തെ പോലെ ഗംഭീരമായ ശബ്ദമുള്ളവൻ, സുഘോഷഃ. അടുത്തത് സുഖദഃ. സുഖദഃ, പരമമായ സുഖത്തെ നൽകുന്നവൻ. സുഖദഃ, സദാചാരത്തോടു കൂടിയവർക്ക് സുഖം, ദാനം എന്നിവ ചെയ്യുന്നവൻ. അടുത്തത് സുഹൃത്ത്. സുഹൃത്ത്, പ്രത്യുപകാരം പ്രതീക്ഷിക്കാതെ ഉപകാരം ചെയ്യുന്നവൻ. നമുക്കെല്ലാവർക്കും സുഹൃത്തുക്കളുണ്ട്. നമുക്കറിയാം സുഹൃത്തുക്കളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് എന്ന്. ഇവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ്, പ്രത്യുപകാരം പ്രതീക്ഷിക്കാതെ നമ്മൾ അങ്ങോട്ട് ഒന്ന് കൊടുത്താൽ അതിന് തിരിച്ച് നമ്മൾ ഫലം ഇച്ഛിക്കാതെ, ഫലേച്ഛ കൂടാതെ, അതാണ് പ്രത്യുപകാരം പ്രതീക്ഷിക്കാതെ ഉപകാരം ചെയ്യുന്നവൻ. അടുത്തത് മനോഹരഃ. മനോഹരഃ, നിരതിശയമായ ആനന്ദ സ്വരൂപം കൊണ്ട് മനസ്സിനെ ഹരിക്കുന്നവൻ. മറ്റുള്ളവരുടെ മനസ്സിനെ തന്നിലേക്ക് ആകർഷിക്കുന്നവൻ. അടുത്തത് ജിതക്രോധഃ. ജിതക്രോധഃ, ക്രോധത്തെ ജയിച്ചവൻ. ജിതക്രോധഃ, ക്രോധത്തെ ജയിച്ചവൻ. അടുത്തത് വീരബാഹു. വീരബാഹു, വിക്രമമുള്ള ബാഹുക്കളുള്ളവൻ. ധർമ്മത്തെ രക്ഷിക്കാൻ, നിലനിർത്താൻ ശക്തങ്ങളായ കൈകളോടു കൂടിയവൻ. അടുത്തത് വിദാരണഃ. വിദാരണഃ, അധാർമികരെ വിദാരണം ചെയ്യുന്നവൻ. ദുഷ്ടന്മാരെ ഇല്ലാതാക്കുന്നവൻ. വിദാരണഃ. പരിശുദ്ധമായ വ്രതത്തോടു കൂടിയവനും സദാ പ്രസന്നമായ മുഖത്തോടു കൂടിയവനും പരമാണു സ്വരൂപനായവനും വേദാത്മകവും ശോഭനവുമായ ഗംഭീര ശബ്ദമുള്ളവനും സജ്ജനങ്ങൾക്ക് സുഖം നൽകുന്നവനും പ്രത്യുപകാരം ആഗ്രഹിക്കാതെ ഉപകാരം ചെയ്യുന്നവനും മനസ്സിനെ ആകർഷിക്കുന്നവനും ക്രോധത്തെ കീഴടക്കിയവനും വീര്യമുള്ള കൈകളോട് കൂടിയവനും ദുഷ്ടന്മാരെ വിശേഷേണ പിളർക്കുന്നവനുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു. ഇനി ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കാം. സുവ്രതഃ സുമുഖഃ സൂക്ഷ്മഃ സുഘോഷഃ സുഖദഃ സുഹൃത്
മനോഹരോജിത ക്രോധോ വീരബാഹുർവിദാരണ. 50-ാമത്തെ ശ്ലോകം നോക്കാം. സ്വാപനസ്വവശോ വ്യാപി നൈകാത്മാ നൈകകർമ്മകൃത് വത്സരോ വത്സലോ വത്സി രത്നഗർഭോ ധനേശ്വര. സ്വാപനസ്വവശോ വ്യാപി നൈകാത്മാ നൈകകർമ്മകൃത് വത്സരോ വത്സലോ വത്സി രത്നഗർഭോ ധനേശ്വര. ഇനി ഇതിലെ പദങ്ങൾ നമുക്ക് നോക്കാം. സ്വാപനഃ, സ്വാപനഃ മായ കൊണ്ട് ജീവികളെ ഉറക്കുന്നവൻ അല്ലെങ്കിൽ മയക്കുന്നവൻ. അടുത്തത് സ്വവശഃ, സ്വവശഃ ജഗത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് ഹേതുഭൂതനാകയാൽ സ്വതന്ത്രനായവൻ. അടുത്തത് വ്യാപി, വ്യാപി ആകാശത്തെ പോലെ സർവകൻ, സർവവ്യാപിയായിരിക്കുന്നവൻ, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവൻ. അടുത്തത് നൈകാത്മാ, നൈകാത്മാ ന ഏക ആത്മാ, ഏകം ഒന്ന്, ന ഏകം ഒന്നല്ല. അപ്പോൾ ഇവിടെ അനേക രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ. നൈകാത്മാ അനേക രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ. നൈക കർമ്മകൃത് ജഗത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരാദി കർമ്മങ്ങൾ ചെയ്യുന്നവൻ. അടുത്തത് വത്സരഃ, വത്സരഃ സകലത്തിൻ്റെയും വാസസ്ഥാനമായവൻ. അടുത്തത് വത്സലഃ, വത്സലഃ ഭക്തരോട് വാത്സല്യമുള്ളവൻ, ഭക്ത വാത്സല്യമുള്ളവൻ. അടുത്തത് വത്സി, വത്സന്മാരെ പാലിക്കുന്നവൻ, സകല പ്രജകളെയും പാലിക്കുന്നവൻ. അടുത്തത് രത്നഗർഭഃ, രത്നഗർഭഃ രത്നങ്ങൾ അന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സമുദ്രത്തിൻ്റെ രൂപമുള്ളവൻ. അടുത്തത് ധനേശ്വരഃ, ധനേശ്വരഃ ധനങ്ങളുടെ എല്ലാം ഈശ്വരൻ, സർവധനങ്ങളുടെയും ഈശ്വരനായ കുബേരസ്വരൂപൻ. ജന്തുക്കളുടെ ആത്മജ്ഞാനത്തെ തൻ്റെ മായ കൊണ്ട് മറയ്ക്കുന്നവനും മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ലാതെ എല്ലാം തനിക്ക് വശമായിരിക്കുന്നവനും എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന അനേക രൂപത്തിൽ ആത്മാവായിരിക്കുന്നവനും നിരവധി കർമ്മങ്ങൾ നിരന്തരം ചെയ്യുന്നവനും എല്ലാ ജീവജാലങ്ങൾക്കും ഇരിപ്പിടമായി ജീവാത്മാവായി വസിക്കുന്നവനും ഭക്തന്മാരിൽ വാത്സല്യമുള്ളവനും പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും തൻ്റെ സന്തതികൾ ആയതിനാൽ അവരെ സംരക്ഷിക്കുന്നവനും രത്നങ്ങളെ തൻ്റെ ഉൾഭാഗത്ത് സൂക്ഷിക്കുന്ന സമുദ്രത്തിൻ്റെ സ്വരൂപമായവനും ധനങ്ങളുടെ എല്ലാം നാഥനായവനുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് ചൊല്ലി നോക്കാം. സ്വാപനസ്വവശോ വ്യാപി നൈകാത്മാ നൈകകർമ്മകൃത് വത്സരോ വത്സലോ വത്സി രത്നഗർഭോ ധനേശ്വര. 1 മുതൽ 50 വരെയുള്ള ശ്ലോകങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം വിശ്വം വിഷ്ണുർവഷട്കാരോ ഭൂതഭവ്യഭവത് പ്രഭു ഭൂതകൃദ്ഭൂതഭൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന ബോധാത്മാ പരമാത്മാ ച മുക്താനാം പരമാഗതി അവ്യയഃ പുരുഷഃ സാക്ഷി ക്ഷേത്രജ്ഞോക്ഷര ഏവ ച യോഗോ യോഗവിദാം നേതാ പ്രധാന പുരുഷേശ്വര നാരസിംഹവപുഃ ശ്രീമാൻ കേശവഃ പുരുഷോത്തമ സർവശർവശിവസ്ഥാണുർഭൂതാദിർനിധിരവ്യയ സംഭവോ ഭാവനോ ഭർത്താ പ്രഭവഃ പ്രഭുരീശ്വര സ്വയംഭൂ ശംഭുരാദിത്യഃ പുഷ്കരാക്ഷോ മഹാസ്വന അനാദിനിധനോ ധാതാ വിധാതാ ധാതുരുത്തമ അപ്രമേയോ ഋഷികേശഃ പത്മനാഭോമരപ്രഭു വിശ്വകർമാ മനുസ്ത്വഷ്ടാസ്ഥവിഷ്ടസ്ഥവിരോ ധ്രുവ അഗ്രാഹ്യശാശ്വതഃ കൃഷ്ണോ ലോഹിതാക്ഷഃ പ്രദർദന പ്രഭോദസ്ത്രികകുപ്താമ പവിത്രം മംഗളം പരം ഈശാനഃ പ്രാണദഃ പ്രാണോ ജ്യേഷ്ഠഃ ശ്രേഷ്ഠഃ പ്രജാപതി ഹിരണ്യഗർഭോ ഭൂഗർഭോ മാധവോ മധുസൂദന ഈശ്വരോ വിക്രമീ ധന്വീ മേധാവീ വിക്രമക്രമ അനുത്തമോ ദുരാധർഷ കൃതജ്ഞകൃതിരാത്മവാൻ സുരേശ ശരണം ശർമ്മ വിശ്വരേതാഃ പ്രജാഭവ
അഹ സംവത്സരോ വ്യാള പ്രത്യയ സർവദർശന അജഃ സർവേശ്വര സിദ്ധ സിദ്ധി സർവാതിരച്യുത വൃഷാ കപിരമേയാത്മാ സർവയോഗ വിനിസൃത വസുർവസുമനാ സത്യ സമാത്മാ സംമിതഃ സമ അമോഘഃ പുണ്ഡരീകാക്ഷോ വൃഷകർമാ വൃഷാകൃതി രുദ്രോ ബഹുശിരാ ബഭ്രുർവിശ്വയോനിഃശുചിശ്രവാഃ അമൃതഃശാശ്വതസ്ഥാണുർവരാരോഹോ മഹാതപാഃ സർവഗഃ സർവവിദ്ഭാനുർവിശ്വക്സേനോ ജനാർദ്ദന വേദോ വേദവിദവ്യംഗോ വേദാംഗോ വേദവിത്കവി ലോകാധ്യക്ഷഃ സുരാധ്യക്ഷോ ധർമാധ്യക്ഷകൃതാകൃത ചതുരാത്മാ ചതുർവ്യൂഹശ്ചതുർദംഷ്ട്രശ്ചതുർഭുജ ഭ്രാജിഷ്ണുർഭോജനം ഭോക്താ സഹിഷ്ണുർജഗദാദിജ അനഘോ വിജയോ ജേതാ വിശ്വയോനിഃ പുനർവസു ഉപേന്ദ്രോ വാമനഃ പ്രാംശുരമോഘഃ ശുചിരൂർജിത അതീന്ദ്രഃ സംഗ്രഹഃ സർഗോ ധൃതാത്മാ നിയമോ യമ വേദ്യോ വൈദ്യസദാ യോഗി വീരഃ മാധവോ മധു അതീന്ദ്രിയോ മഹാമായോ മഹോത്സാഹോ മഹാബല മഹാബുദ്ധിർമഹാവീര്യോ മഹാശക്തിർമഹാദ്യുതി അനിർദ്ദേശ്യ വപുശ്രീമാനമേയാത്മാ മഹാദ്രിധൃക് മഹേശ്വാസോ മഹീഭർത്ത ശ്രീനിവാസഃ സദാംഗതി അനിരുദ്ധഃ സുരാനന്ദോ ഗോവിന്ദോ ഗോവിദാംപതി മരീചിർദമനോ ഹംസഃ സുപർണോ ഭുജഗോത്തമ ഹിരണ്യനാഭഃ സുതപാ പത്മനാഭഃ പ്രജാപതി അമൃത്യുഃ സർവദൃക്സിംഹഃ സന്ധാതാ സന്ധിമാ സ്ഥിര അജോ ദുർമർഷണഃ ശാസ്താ വിശ്രുതാത്മാ സുരാരിഹ ഗുരുർഗുരുതമോ ധാമ സത്യസത്യപരാക്രമ നിമിഷോ നിമിഷസ്രഗ്വീ വാചസ്പതിരുദാരധീഃ അഗ്രണീർഗ്രാമണീ ശ്രീമാൻ ന്യായോ നേതാ സമീരണ സഹസ്രമൂർധാ വിശ്വാത്മാ സഹസ്രാക്ഷഃ സഹസ്രപാദ ആവർത്തനോ നിവൃത്താത്മാ സംവൃതഃ സംഭ്രമർദ്ദന അഹ സംവർത്തകോ വന്നി അനിലോ ധരണീധര സുപ്രസാദഃ പ്രസന്നാത്മാ വിശ്വധൃക് വിശ്വഭുക് വിഭു സത്കർത്താ സത്കൃതഃ സാധുർജന്യുർനാരായണോ നര അസംഖ്യേയോ പ്രമേയാത്മാ വിശിഷ്ടഃ ശിഷ്ടകൃച്ഛുജി സിദ്ധാർത്ഥഃ സിദ്ധസങ്കൽപ്പഃ സിദ്ധിദഃ സിദ്ധിസാധന വൃഷാഹി വൃഷഭോ വിഷ്ണുർവൃഷപർവാ വൃഷോദര വർദ്ധനോ വർദ്ധമാനശ്ച വിവിക്തഃ ശ്രുതിസാഗര സുഭുജോ ദുർധരോ വാഗ്മി മഹേന്ദ്രോ വസുദോ വസു നൈകരൂപോ ബൃഹദ്രൂപഃ ശിബിവിഷ്ടഃ പ്രകാശന ഓജസ്തേജോദ്യുതിധരഃ പ്രകാശാത്മാ പ്രതാപന ഋദ്ധസ്പഷ്ടാക്ഷരോ മന്ത്രശ്ചന്ദ്രാംശുർഭാസ്കരദ്യുതി അമൃതാംശോദ്ഭവോ ഭാനുഃ ശശബിന്ദുഃ സുരേശ്വര ഔഷധം ജഗതഃ സ്വേതുഃ സത്യധർമ്മപരാക്രമ ഔഷധം ജഗതഃ സേതുഃ സത്യധർമ്മപരാക്രമ ഭൂതഭവ്യഭവന്നാഥഃ പവനഃ പാവനോ നല കാമഃ കാമകൃത്കാന്തഃ കാമഃ കാമപ്രദഃ പ്രഭു യുഗാദികൃത് യുഗാവർത്തോ നൈകമായോ മഹാശന അദൃശ്യോ വ്യക്തരൂപശ്ച സഹസ്രജിതനന്ദജിത് ഇഷ്ടോ വിശിഷ്ടശിഷ്ടേഷ്ടഃ ശിഖണ്ഡീ നഹുഷോ വൃഷ ക്രോധഃ ക്രോധകൃത്കർത്താ വിശ്വബാഹുർമഹീധര അച്യുതഃ പ്രതിതഃ പ്രാണഃ പ്രാണദോ വാസവാനുജ അപാം നിധിരധിഷ്ഠാനമപ്രമത്തഃ പ്രതിഷ്ഠിത സ്കന്ദസ്കന്ദധരോ ധുര്യോ വരദോ വായുവാഹന വാസുദേവോ ബൃഹദ്ഭാനു ആദിദേവഃ പുരന്ദര അശോകസ്ഥാരണസ്ഥാരഃ ശൂരഃ ശൗരിർജനേശ്വര അനുകൂലശതാവർത്തഃ പത്മീ പത്മനിഭേക്ഷണ പത്മനാഭോരവിന്ദാക്ഷഃ പത്മഗർഭഃ ശരീരഭൃത് മഹർദ്ധിർവൃദ്ധോ വൃദ്ധാത്മാ മഹാക്ഷോ ഗരുഡധ്വജ അതുലശരഭോ ഭീമഃ സമയജ്ഞോ ഹവിർഹരി സർവലക്ഷണലക്ഷണ്യോ ലക്ഷ്മീവാൻ സമിതിഞ്ജയ വിക്ഷരോ രോഹിതോ മാർഗോ ഹേതുർദാമോദരഃ സഹ മഹീധരോ മഹാഭാഗോ വേഗവാനമിതാശന ഉദ്ഭവക്ഷോഭണോ ദേവഃ ശ്രീഗർഭഃ പരമേശ്വര കരണം കാരണം കർത്താ വികർത്താ ഗഹനോ ഗുഹ വ്യവസായോ വ്യവസ്ഥാനഃ സംസ്ഥാനസ്ഥാനദോ ധ്രുവ പരർത്ഥിഃ പരമസ്പഷ്ടതുഷ്ടഃ പുഷ്ടശുഭേക്ഷണ രാമോ വിരാമോ വിരതോ മാർഗോ നേയോ നയോ നയ വീരശക്തിമതാം ശ്രേഷ്ഠോ ധർമ്മോ ധർമ്മവിദുത്തമ വൈകുണ്ഠഃ പുരുഷഃ പ്രാണഃ പ്രാണദഃ പ്രണവഃ പൃഥു ഹിരണ്യഗർഭശത്രുഘ്നോ വ്യാപ്തോ വായുരഥോക്ഷജ ഋതുഃ സുദർശനഃ കാലഃ പരമേഷ്ഠീ പരിഗ്രഹ ഉഗ്രസംവത്സരോ ദക്ഷോ വിശ്രാമോ വിശ്വദക്ഷിണ
വിസ്താരസ്ഥാവരസ്ഥാണുഃ പ്രമാണം ബീജമവ്യയം അർത്ഥോനർത്ഥോ മഹാകോശോ മഹാഭോഗോ മഹാധന അനിർവിണ്ണസ്ഥവിഷ്ടോ ഭൂർധർമ്മയൂപോ മഹാമഖ നക്ഷത്രനേമിർനക്ഷത്രീ ക്ഷമക്ഷാമഃ സമീഹന യജ്ഞയുജ്യോ മഹേജ്യശ്ച ക്രതുസത്രം സതാംഗതി സർവദർശി വിമുക്താത്മാ സർവജ്ഞോ ജ്ഞാനമുത്തമം സുവ്രതഃ സുമുഖഃ സൂക്ഷ്മഃ സുഘോഷഃ സുഗതഃ സുഹൃത് മനോഹരോ ജിതക്രോധോ വീരബാഹുർവിദാരണ സ്വാപനഃ സ്വവശോ വ്യാപീ നൈകാത്മാ നൈകകർമ്മകൃത് വത്സരോ വത്സലോ വത്സി രത്നഗർഭോ ധനേശ്വര. ഓം നമോ ഭഗവതേ വാസുദേവായ.